MBA ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് എന്നൊരു സബ്ജക്ട് ഉണ്ട്. അപ്പം അതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്. അത് എനിക്ക് പ്രാക്ടിക്കൽ വൈസ് ഞാൻ അത്ര സ്മാർട്ട് അല്ല, ഞാൻ കുറച്ച് വീക്കാണ്. എനിക്ക് നന്നായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്താലേ എനിക്ക് നല്ലതായിട്ട് മാർഗ്ഗം മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 5 years ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി റിവൈസ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല കോൺഫിഡൻസോടെയാണ് പോയത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, അങ്ങനെയാണ് പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി. പക്ഷേ എഴുതാനിരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വരയ്ക്കും. ആൻസർ ഒക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന പോലെയൊക്കെ തോന്നി. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 5 minute കാശ് രൂപ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഞാൻ 5 minute അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ വിശുദ്ധ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. അതെൻ്റെ ഓരോ ആൻസർ ഷീറ്റിൻ്റെ ഓരോ താളിൽ ഞാൻ വിതറി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ എന്തൊക്കെയോ എഴുതി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഒരു 5 വർഷം നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷം. എനിക്ക് മാത്രം ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ 30 മാർക്കിൻ്റെ ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, 30 മാർക്കിൻ്റെ തെറ്റെന്ന് എഴുതുമ്പോൾ തന്നെ എന്താണ് തോറ്റുപോകും. അത്രയും ഞാൻ തെറ്റ് എഴുതിയേക്കുന്നത്. 30 മാർക്കിൻ്റെ ഞാൻ തെറ്റ് എഴുതിക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും സന്തോഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മാത്രം ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ വാഷ്റൂമിൽ പോയിരുന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് അത്ര ഭയങ്കര വിഷമമായി പോയി. പക്ഷെ അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. അതും ഞാൻ പ്രതീക്ഷിച്ചതിലും 5 മാർക്ക് കൂടുതൽ വന്നാണ് എൻ്റെ യേശുപ്പച്ചൻ എന്നെ ജയിപ്പിച്ചത്. അത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ മാത്രം ഇടപെട്ടതുകൊണ്ട്, ആ രേഖകളൊക്കെ എൻ്റെ യേശുപ്പച്ചൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ജയിച്ചത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പ്ലേസ്മെന്റ്സ് വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഡീസന്റ് പ്രൈവറ്റ് കോളേജിലാണ് MBA ഞാൻ ചെയ്തത്. അപ്പോൾ പ്ലേസ്മെന്റ്സ് വരുന്നുണ്ടായിരുന്നു, കമ്പനീസ് വരുന്നുണ്ടായിരുന്നു. സോ ഈവൻ സ്റ്റാർട്ടപ്സിന്റെ കമ്പനിയിലാണെങ്കിൽ പോലും എനിക്ക് റിജക്ഷൻസ് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം MBA ഇപ്പം ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റിൽ സപ്ലൈ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് വളരെയധികം കുറവാണ്. കാരണം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് MBA എന്ന് പറഞ്ഞത്. കാരണം എല്ലാവരും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും സ്മാർട്ട് ആയവർക്ക് മാത്രമേ ഒരു നല്ല കമ്പനിയിൽ കിട്ടത്തുള്ളൂ, ഒരു നല്ല പോസ്റ്റിംഗ്. അപ്പൊ എനിക്ക് അത്രയും സ്മാർട്ട്നെസ് ഒന്നും ഇല്ല, അതിൽ അത്രയും മെറിറ്റ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര റിജക്ഷൻ. പക്ഷെ അപ്പോഴും ഞാൻ യേശുപ്പച്ചനോട് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, കാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ ആത്മീയ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ എനിക്ക് അപ്പോഴും വിശ്വാസമുണ്ട് എൻ്റെ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ല എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഒരു പ്രാവശ്യം പ്ലേസ്മെന്റിന്റെ ഗ്രൂപ്പിൽ ഒരു US കമ്പനി, അതൊരു ടോപ്പ് MNC ആണ്, ഒരു US കമ്പനി ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 10 വേക്കൻസീസ് ആണുള്ളത്. ഓൾ ഇന്ത്യയിലാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് ലിങ്ക് ഞങ്ങളുടെ പ്ലേസ്മെന്റ് ഗ്രൂപ്പിലെ മാം ഇടുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് കുട്ടികളുണ്ട്, IIM പോലുള്ള കോളേജിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ല ഒരു സാധാരണ പ്രൈവറ്റ് MBA കോളേജിൽ പഠിക്കാൻ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ എൻ്റെ മെറിറ്റ് ഒരിക്കലും വർക്ക് ആവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിത് എടുക്കുന്നത്, ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു നീ ചെയ്ത് നിനക്കുള്ളത് നീ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അത് പരിശുദ്ധാത്മാവായിരിക്കും. ഞാനത് ചെയ്തു. ഒരു മാസം. അപ്പം ഞങ്ങളുടെ കോളേജിൽ 9 കുട്ടികളാണ്, ഞങ്ങളുടെ കോളേജ് അത് ഓൾ ഇന്ത്യയിലാണ് അവർ ഹയർ ചെയ്യുന്നത്. ഞങ്ങളുടെ കോളേജിൽ 9 കുട്ടികളാണ് ചെയ്തത്. അതിൽ ഇന്റർവ്യൂ കോൾ എനിക്ക് മാത്രമേ വന്നുള്ളൂ ആ കോളേജിൽ. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, കാരണം ഞാൻ അവരെയൊക്കെ ഞാൻ CV കണ്ടതാണ്. അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും എൻ്റെ CV പറ്റത്തില്ല. കാരണം അത്ര എന്താ പറയുന്ന ഒരു പുഴുവാണ് ഞാൻ അതിനകത്ത്. അത്ര മെറിറ്റ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്ക് ഇന്റർവ്യൂ കോൾ വന്നു. 3 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, 3 വെർച്വൽ മോഡായിരുന്നു. അവിടെ ഞാൻ വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഇന്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ വിശുദ്ധ എണ്ണ, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി, ഉപ്പ് ഞാൻ വിശുദ്ധ ഉപ്പ് ഞാൻ ലാപ്ടോപ്പിന്റെ അവിടെ വിതറി. പിന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം, ഈശ്വച്ചന്റെ ഫോട്ടോ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വിശുദ്ധ തിരി കത്തിച്ചു വെച്ചിട്ടാണ് 3 റൗണ്ടിനും ഞാൻ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അവിടെ തന്നെ ഈ ടോപ്പ് ടിയർ കോളേജിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു, കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം എൻ്റെ മെറിറ്റ് ഒരിക്കലും അവിടെ വർക്ക് ആവത്തില്ല. പക്ഷെ അതിന് കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ കിട്ടി, തേർഡ് റൗണ്ടിലും കിട്ടി. അങ്ങനെ ഈ 3ാമത്തെ റൗണ്ട് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ 22 തെളിഞ്ഞു. 22. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും, ഇനി ഉറക്കച്ചടവ് എല്ലാം തോന്നുന്നതാണോ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ വീണ്ടും ഞാൻ നോക്കി 22 തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ഫോണിൽ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു സ്പ്ലിറ്റോ സെക്കൻഡ് കൊണ്ട് അത് മാറി. ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നതാണ്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. സ്പ്ലിറ്റോ സെക്കൻഡ് കൊണ്ട് അത് മാറി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ മെയ് 22-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി, ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യേശുപ്പച്ചൻ മാതാവിലൂടെ എനിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ 22-ാം തീയതി ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. 3 ആൾക്കാരായിരുന്നു ആ പാനലിൽ ഉണ്ടായിരുന്നത്. കുറെ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എനിക്ക് അറിയത്തില്ല ഞാൻ അത് എങ്ങനെ ആൻസർ പറഞ്ഞു. കുറെ സിനാരിയോസ് ഒക്കെ തന്നു. അതൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു. അതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നിന്റെ കണ്ണുകളിലൂടെ ആയിരിക്കണേ അവരെന്നെ കാണുന്നത്, യേശുപ്പച്ചൻ നിന്റെ നാവിലൂടെ ആയിരിക്കണേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇന്റർവ്യൂവിന് ഇരുന്നത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം HR വിളിച്ച് പറയുവാണ്, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ മാനേജ്മെന്റ് ട്രെയിനി പൊസിഷനിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം